എന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു പൂവുണ്ടായിരിക്കും. ജിജ്ഞാസയുടെ ദിവസങ്ങളിൽ പ്രേമത്തിന്റെ ആത്മതത്വം പറഞ്ഞു തന്നവളുടെ ഉപഹാരം. മണ്ണ് മൂടുന്നതിന് മുമ്പ് ഹൃദയത്തിൽ നിന്ന് ആ പൂവ് പറിക്കണം. ദലങ്ങൾ കൊണ്ട് മുഖം മൂടണം. രേഖകൾ മാഞ്ഞ കൈവെള്ളയിലും ഒരു ദലം. പൂവിലൂടെ എനിക്ക് തിരിച്ചു പോകണം. പൂവിലൂടെ എനിക്ക് തിരിച്ചു പോകണം. തെറ്റിയോടിക്കൊണ്ടിരുന്ന സെക്കൻഡ് സൂചി പോലെയായിരുന്നു ഈ കവിയുടെ ജീവിതവും. സമൂഹത്തിലെ നല്ല നടപ്പുകാർക്ക് എതിരെ നടന്നയാൾ. നടുക്കുയതിയും കാകാതിപുരുത്തവും കേകയും കളകാഞ്ചിയും ഒന്നുമില്ലാതെ കവിതയ്ക്ക് പുതിയ ഭാവം നൽകിയ ഒരാൾ. കവിതകൾ പോലെ അയ്യപ്പന്റെ ജീവിതവും എന്നും ചർച്ചാവിഷയമായിരുന്നു. പ്രണയമേൽപ്പിച്ച തീവ്രമായ ദുരനുഭവങ്ങൾ കവിതകളിൽ എന്നും പ്രതിഫലിച്ചിരുന്നു. സ്വന്തം പ്രണയിനിക്ക് ചെവിമുറിച്ച് നൽകിയ വാൻഗോഗിനെ കുറിച്ച് കവിത എഴുതിയ ഏക മലയാള കവി. നഗരത്തിന്റെ തെരുവോരങ്ങളിൽ, മദ്യശാലകളിൽ, ചാരായ ഷാപ്പുകളിലൊക്കെ ഈ കവിയെ കാണാമായിരുന്നു. നുരഞ്ഞു പതയുന്ന ലഹരി ആവോളം ആസ്വദിച്ചയാൾ. ഒപ്പം നടന്നവന്റെ വിയോഗം ഹൃദയത്തിലെന്നും കൊണ്ടു നടന്നു. അവൻ എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു, എന്റെ ജോൺ. ഒരു രാത്രിയിൽ എന്റെ ഷർട്ട് കടം വാങ്ങിപ്പോയ ആ തെമ്മാടിയെ ഞാൻ കണ്ടിട്ടില്ല. ഒടുവിലിതാ ജോണിനൊപ്പം അയ്യപ്പനും. മരണത്തിന്റെ തൊട്ടുമുമ്പുള്ള നിമിഷം ഈ സത്യം പറയാൻ സമയമില്ലായിരുന്നു. ഒഴിച്ചു തന്ന തണുത്ത വെള്ളത്തിലൂടെ അത് മൃതിയിലേക്ക് ഒലിച്ചു വെച്ചു. സ്വന്തം ശവപ്പെട്ടി ചുമക്കുന്നവരോട് നേരത്തെ ഉസ്തത്തിലില്ലാത്ത രഹസ്യം പറഞ്ഞ ഏകയാൾ. ഓടയിൽ കിടന്ന ഈ മനുഷ്യൻ അയ്യപ്പനാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ജലാശുപത്രിയുടെ തണുത്ത തറയിൽ വിറങ്ങലിച്ചു കിടന്നപ്പോഴും ആരും തിരിച്ചറിഞ്ഞില്ല ഇത് മലയാളിയുടെ പ്രിയപ്പെട്ടവനെന്ന്. എന്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് ഒസ്യത്തിലില്ലാത്ത ഒരു രഹസ്യം പറയാനുണ്ട്. എന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു പൂവുണ്ടായിരിക്കും. ജിജ്ഞാസയുടെ ദിവസങ്ങളിൽ പ്രേമത്തിന്റെ ആത്മതത്വം പറഞ്ഞു തന്നവളുടെ ഉപഹാരം.